എങ്കിലും ഒരു കാലത്ത് അതൊക്കെ പുറത്ത് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും. ബാല ഈ കല്യാണം കഴിച്ചിരിക്കുന്നത് മുറപ്പെണ്ണിനെയാണെന്നൊക്കെയാണ് പറയുന്നത്. കുറെ ആൾക്കാർ പറയുന്നത് മുറപ്പെണ്ണിനെ അല്ല, ചുമ്മാ ബാല തള്ളുവാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥയും ബാലയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു സുപ്രഭാതി വന്ന് കല്യാണമൊക്കെ കഴിക്കണമെങ്കിൽ വെറുതെ ആയിരിക്കത്തില്ലേ, എന്തായാലും കുറച്ച് നാളായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കും. അല്ലാതെ വന്നിരുന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ബാല പറയുന്നു കോകിലയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരുപാട് നാളത്തെ കൊച്ചുനാൾ തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ സത്യമാണോ എന്തോ? ഇനി നാളെയും കോകിലയും കൂടെ വന്നിട്ട് ഓരോ വീഡിയോയ്ക്കകത്ത് വന്നിരുന്ന് പറയാതിരുന്ന് കഴിഞ്ഞാൽ കൊള്ളാം. ശരിക്കും പുള്ളി ഒരു കോമാളിയായിട്ട് തന്നെ മാറുവാണ്. ഇത് അത്തരം പരിപാടികളൊക്കെയാണ് ഇപ്പം കിടന്ന് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എലിസബത്ത് കേസ് കൊടുക്കാത്തത് എലിസബത്തിന്റെ മാന്യതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം എലിസബത്തിനെ സംബന്ധിച്ച് കണ്ടിട്ട് വെറും ഒരു പാവമാണ്. അത് വലുതായിട്ട് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല, ഒന്ന് പേര് പോലും പറയാൻ പേടിച്ചിട്ടാ. ഇതിനകത്ത് ഈ പറയുന്ന കുക്കു എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ടല്ലോ, പലരും ഒന്നും പറയാത്തത് പേടിച്ചിട്ടാണ് എന്ന്. നാളെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാലയായിരിക്കും ഉത്തരവാദി എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മനുഷ്യന്റെ എത്രത്തോളം ക്രൂരമായിട്ടുള്ള ഒരു ഫേസ് ആ മനുഷ്യനുണ്ട് എന്ന്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.